ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ശക്തന്റെ തട്ടകം പൂരാവേശത്തിലേക്ക്. തൃശൂർ പൂരത്തിന്റെ പ്രധാന പങ്കാളികളായ തിരുവമ്പാടി, പാറമേക്കാവ് ക്ഷേത്രങ്ങളിൽ കൊടിയേറി. ഘടകക്ഷേത്രങ്ങളിലും കൊടിയേറ്റം ആവേശമായി. സാമ്പിൾ വെടിക്കെട്ട് വെള്ളിയാഴ്ച. തൃശൂർ പൂരത്തിനെത്തുന്നവർക്ക് സൗജന്യ ഇന്റർനെറ്റ് സൗകര്യവുമായി കേരള മിഷൻ. നഗരത്തിലെ വിവിധയിടങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള വൈഫൈ ഹോട്ട്സ്പോട്ടുകളിലൂടെ പൂരം കാണാനെത്തുന്നവർക്ക് ഇന്റർനെറ്റ് ഉപയോഗിക്കാമെന്ന് KCCL ചെയർമാൻ PP സുരേഷ് കുമാർ. കോടാലി കടമ്പോട് പാമ്പുകടിയേറ്റ് മരിച്ച ആൽജോയുടെ സംസ്കാരം നടന്നു. പാമ്പുകടിയേറ്റ ആൽജോയുടെ സഹോദരൻ അനോഷിന്റെ ആരോഗ്യനിലയിൽ പുരോഗതി. വീടിന്റെ പരിസരത്ത് വീണ്ടും പാമ്പിനെ കണ്ടെത്തിയതിനെ തുടർന്ന് വനംവകുപ്പ് പരിശോധന നടത്തി. വടക്കാഞ്ചേരി നഗരസഭാ ഓഫീസിൽ വിജിലൻസ് പരിശോധന. മണ്ണെടുപ്പ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഫയലുകൾ കസ്റ്റഡിയിലെടുത്തു. നെല്ലിന്റെ വില ലഭിക്കാത്തതിനാൽ എരുമപ്പെട്ടി, കടങ്ങോട് പഞ്ചായത്തുകളിലെ കർഷകർ പ്രതിസന്ധിയിൽ. പ്രതിഷേധ സൂചകമായി എരുമപ്പെട്ടി SBI ബാങ്കിന് മുന്നിൽ കർഷകർ നിൽപ്പ് സമരം നടത്തി. വാർത്തകൾ വിശദമായി. ചരിത്ര പ്രസിദ്ധമായ പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിന് കൊടിയേറി. പൂരനഗരിയെ ആവേശത്തിലാഴ്ത്തിയാണ് പ്രധാന പൂരപങ്കാളി ക്ഷേത്രങ്ങളായ തിരുവമ്പാടിയിലും പാറമേക്കാവിലും കൊടിയേറ്റം നടന്നത്. പ്രധാന പൂരപങ്കാളി ക്ഷേത്രങ്ങളിൽ തിരുവമ്പാടിയിലാണ് ആദ്യം കൊടിയേറിയത്. തിരുവമ്പാടിയിൽ കൊടിയേറ്റത്തിന് വിളംബരമായി തിരുവമ്പാടി രമേശ് മാരാരുടെ നേതൃത്വത്തിൽ നടന്ന മേളം തട്ടകം ഉണർത്തി. തുടർന്ന് കൊടിയേറ്റ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ച് ക്ഷേത്രം മേൽശാന്തി പ്രദീപ് നമ്പൂതിരി കൊടിമരത്തറയിലെ നിലവിളക്കിൽ ദീപം തെളിയിച്ചു. പാരമ്പര്യാവകാശികളായ താഴത്തുപുരയ്ക്കൽ സുന്ദരനും മകൻ സുഷിത്തും ചേർന്ന് ഭൂമി പൂജ നടത്തി. പൂജിച്ച ബഹുവർണ്ണ കൊടിക്കൂറ ആലുമാവിലകളാൽ അണിയിച്ചൊരുക്കിയ കൗങ്ങിൻ കൊടിമരത്തിൽ കെട്ടി തട്ടകക്കാരും ക്ഷേത്രം ഭാരവാഹികളും പൂരപ്രേമികളും ചേർന്ന് ആർപ്പുവിളികളോടെ അത്യാഘോഷപൂർവ്വമാണ് കൊടിയേറ്റം നടത്തിയത്. ഇതോടെ ക്ഷേത്രത്തിൽ ആചാരവെടിയും മുഴങ്ങി. തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് കേണൽ PRM രവി, സെക്രട്ടറി K ഗിരീഷ് കുമാർ, വൈസ് പ്രസിഡന്റ് പ്രശാന്ത് മേനോൻ, ഭരണസമിതി അംഗങ്ങൾ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പൂരം വരവറിയിച്ച് നായ്ക്കനാലിലും നടുവിലാലിലും തിരുവമ്പാടിയുടെ ബഹുവർണ്ണ കൊടികൾ ഉയർന്നു. പൂരത്തിന്റെ പ്രധാന പങ്കാളികളായ തിരുവമ്പാടിയോടൊപ്പം തന്നെ പാറമേക്കാവിലും കൊടിയേറ്റ ചടങ്ങുകൾ പൂർത്തിയായി. പതിവ് ക്ഷേത്ര ചടങ്ങുകൾക്കും വലിയ പാണിക്കും ശേഷം പുറത്തേക്ക് എഴുന്നള്ളിച്ച ഭഗവതിയെ സാക്ഷിയാക്കിയാണ് പാറമേക്കാവ് ക്ഷേത്രത്തിൽ കൊടിയേറ്റം നടന്നത്. മാവ് ഇലകളും ദർഭപ്പുല്ലും ഉപയോഗിച്ച് അലങ്കരിച്ച കൗങ്ങിൻ കൊടിമരത്തിൽ പൂജിച്ച സിംഹമുദ്രയുള്ള കൊടിക്കൂറ കെട്ടിയാണ് ദേശക്കാർ കൊടിമരം ഉയർത്തിയത്. തുടർന്ന് ക്ഷേത്രത്തിലെ പാലമരത്തിലും മണികണ്ഠനാലിലും സിംഹമുദ്രയുള്ള മഞ്ഞക്കൊടികൾ ഉയർത്തി. ശേഷം 5 ആനകളുടെ അകമ്പടിയോടെ വടക്കുംനാഥ ക്ഷേത്രത്തിലെ ചന്ദ്രപുഷ്കരണി തീർത്ഥക്കുളത്തിലേക്ക് ആറാട്ടെഴുന്നള്ളത്ത് നടന്നു. കൊമ്പൻ പാറമേക്കാവ് കാശിനാഥൻ ഭഗവതിയുടെ തിടമ്പേറ്റി. ചടങ്ങുകൾക്ക് പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ M ബാലഗോപാൽ, സെക്രട്ടറി G രാജേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. തിരുവമ്പാടി, പാറമേക്കാവ് ക്ഷേത്രങ്ങളിലെ കൊടിയേറ്റം TCV തത്സമയം സംപ്രേഷണം ചെയ്തു. കാത്തിരുന്ന പൂരം കൊടിയേറിയതോടെ തട്ടകങ്ങളെല്ലാം പൂരാവേശത്തിലായി. ഇനി പൂരം നാളിനായുള്ള കാത്തിരിപ്പാണ്. വിശ്വപ്രസിദ്ധമായ പൂരങ്ങളുടെ പൂരത്തിനായുള്ള കാത്തിരിപ്പ്. ക്യാമറമാൻമാരായ ആഷിഖ്, റോയി, സിബി, കൃഷ്ണകുമാർ, റിപ്പോർട്ടർ സൂര്യപ്രകാശ് എന്നിവർക്കൊപ്പം അഭിജിത്ത് തളച്ചിറ, ടീം TCV. തൃശൂർ പൂരം പങ്കാളി ക്ഷേത്രങ്ങളിലും കൊടിയേറി.
ലാലൂർ, അയ്യന്തോൾ, കാർത്യായനി ക്ഷേത്രങ്ങളിലും കണിമംഗലം പനമുക്കുംപള്ളി ശാസ്താ ക്ഷേത്രങ്ങളിലും ചെമ്പുക്കാവ് കാർത്യായനി, പൂക്കാട്ടിക്കര കാരമുക്ക് ഭഗവതി, ചോരുകോട്ടുകാവ് ഭഗവതി, നെയ്തലക്കാവ് ഭഗവതി ക്ഷേത്രങ്ങളിലുമാണ് കൊടിയേറിയത്. തൃശൂർ പൂരത്തിന്റെ പ്രധാന പങ്കാളിയായ പാറമേക്കാവ് ക്ഷേത്രത്തിലെ പൂരം കൊടിയേറ്റിന് ശേഷം പാറമേക്കാവ് ഭഗവതിയുടെ ആറാട്ട് നടന്നു. ക്ഷേത്രത്തിൽ കൊടിയേറിയ ശേഷം കിഴക്കൂട്ട് അനിയന്മാരുടെ നേതൃത്വത്തിൽ പാണ്ടിമേളത്തിന്റെ അകമ്പടിയോടെ 5 ആനപ്പുറത്ത് ഭഗവതി വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളി. പാറമേക്കാവ് കാശിനാഥൻ ഭഗവതിയുടെ തിടമ്പേറ്റി. വടക്കേ ഗോപുരനട വഴി ചന്ദ്രപുഷ്കരണിയിലെത്തി ഭഗവതിയുടെ ആറാട്ട് നടത്തി. പാറമേക്കാവ് ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, വടക്കുന്നാഥ ക്ഷേത്രം മേൽശാന്തി മുണ്ടയ്ക്കൽ സതീശൻ നമ്പൂതിരി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ആറാട്ട്. ദേവിയുടെ ആറാട്ട് കഴിഞ്ഞ് മഞ്ഞൾ അഭിഷേകത്തിന് ശേഷം വീണ്ടും സർവാഭരണ വിഭൂഷിതയായി ഭഗവതി ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളി. തൃശൂർ പൂരം കൊടിയേറ്റ ചടങ്ങുകൾക്ക് ശേഷം തിരുവമ്പാടി ഭഗവതിയുടെ തിടമ്പേറ്റി തിരുവമ്പാടി ചന്ദ്രശേഖരൻ നടുവിൽ മഠം സ്വാമിയാർ മഠത്തിലേക്ക് ആറാട്ടിനായി എഴുന്നള്ളിയത് പ്രൗഢഗംഭീരമായി. മേളപ്രമാണി തിരുവമ്പാടി രമേശ് മാരാർ പ്രമാണികത്വം വഹിച്ച പാണ്ടിമേളം അകമ്പടിയായി. എഴുന്നള്ളിപ്പ് നായ്ക്കനാലിൽ എത്തിയതോടെ നടുവിലാലിലും നായ്ക്കനാലിലും പൂരപതാകകൾ ഉയർന്നു. വെടിക്കെട്ടിന് ശേഷം പഴയ നടക്കാവ് നടുവിൽ സ്വാമിയാർ മഠത്തിലെത്തിയ തിരുവമ്പാടി ഭഗവതി പടിഞ്ഞാറേ ചിറയിൽ ആറാട്ട് നടത്തി. ആറാട്ട് കടവിൽ തന്ത്രി പുലിയന്നൂർ ജയന്തൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ പൂജയും നടന്നു. തുടർന്ന് ഗജറാണി ബാലുശ്ശേരി ശ്രീദേവിയുടെ പുറത്ത് തട്ടക നിവാസികളുടെ ഗൃഹങ്ങളിൽ എത്തി പറയെടുത്തു. തൃശൂർ പൂരത്തിന് കൊടിയേറിയതോടെ പ്രധാന പൂരം പങ്കാളികളായ തിരുവമ്പാടി പാറമേക്കാവ് ക്ഷേത്രങ്ങൾ വൈദ്യുത ദീപാലംകൃതമായി. 1 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു പൂരക്കാലം കൂടി വന്നെത്തിയതോടെ തൃശൂർ പൂരത്തിന്റെ വരവറിയിച്ചുകൊണ്ട് ക്ഷേത്രങ്ങളെല്ലാം അണിഞ്ഞൊരുങ്ങിക്കഴിഞ്ഞു. പ്രധാന പൂരം പങ്കാളികളായ തിരുവമ്പാടി ക്ഷേത്രവും പാറമേക്കാവ് ക്ഷേത്രവും കണ്ണഞ്ചിപ്പിക്കുന്ന വിധം വൈദ്യുത ദീപാലങ്കാരങ്ങളാൽ ശോഭിതമായി. ദേശക്കാരും ഭക്തരുമടക്കം നിരവധി പേരാണ് വൈദ്യുത ദീപാലങ്കാരത്താൽ ജ്വലിച്ചു നിൽക്കുന്ന ക്ഷേത്രക്കാഴ്ചകൾ കണ്ടാസ്വദിക്കാൻ എത്തിച്ചേരുന്നത്. പൂരം കൊടിയേറിയതോടെ അവസാനവട്ട തയ്യാറെടുപ്പുകളിലും അണിയറ ഒരുക്കങ്ങളിലുമാണ് പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ. എല്ലാവർക്കും എല്ലാവിധ പകിട്ടോടും കൂടി പൂരം ആസ്വദിക്കാനുള്ള ക്രമീകരണങ്ങളാണ് ദേവസ്വങ്ങൾ നടത്തുന്നത് എന്ന് ഇരു ദേവസ്വങ്ങളും TCVയോട് പറഞ്ഞു. പാറമേക്കാവിനെ സംബന്ധിച്ചിടത്തോളം കൊടിയേറ്റം കഴിഞ്ഞ് കഴിഞ്ഞാൽ പാറമേക്കാവ് ഇതിനോടനുബന്ധിച്ചിട്ടുള്ള ചില ദേശങ്ങളുണ്ട്. ആ ദേശങ്ങളിലെ അത് പറയെടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങും. ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തൃക്കുമാരംകുട അമ്പലമുണ്ട്. ആ അമ്പലത്തിലൊരു ദിവസം ഇറക്കി പൂജയുണ്ട്. പിന്നെ അങ്ങനെ കുറേ 7-8 മനകളുണ്ട്. ആ മനകളിലെല്ലാം ഇറക്കി പൂജയുണ്ട്.
26-ാം തീയതി രാവിലെ പാറമേക്കാവ് അമ്പലത്തിൽ നിന്ന് ഭഗവതി തൃക്കടവൂർ ശിവരാജു എന്ന് പറയുന്ന ആനയാണ് പാറമേക്കാവ് ദേവസ്വത്തിന് വേണ്ടിയിട്ട് ആദ്യമായിട്ടാണ് ആന എഴുന്നള്ളിക്കാൻ വരുന്നത്. എന്തെല്ലാം കാലം നാട്ടി കഴിഞ്ഞാൽ തന്നെ തൃശ്ശൂർ ഒരു പൂരലഹരിയിലാണ്. ഇന്ന് തൊട്ട് പൂര ആവേശമാണ്. ഇനിയിപ്പോൾ പൂരം കഴിയണവരെ അതിൻ്റെ ഒരു ആവേശത്തിലാണ്. ഭഗവതിയുടെ നടയിൽ വളരെ സന്തോഷത്തോടും സമൃദ്ധിയോടും കൂടിയിട്ട് കൊടിയേറി ഇനി ഇവിടുന്ന് അങ്ങോട്ട് 8 ദിവസം നമ്മുടെ ഉത്സവത്തിൻ്റെ നാളുകളാണ്. എല്ലാ കാര്യങ്ങളും 95% എല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. 24-ാം തീയതി സാമ്പിൾ വെടിക്കെട്ടോട് കൂടിയിട്ട് എല്ലാ പണികളും പൂർത്തീകരിക്കും. ഇത്തവണത്തെ വെച്ചാൽ തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതിലും പ്രാഗൽഭ്യം നേടിയിട്ടുള്ള എല്ലാം ദ ബെസ്റ്റ് എന്നുള്ള ലെവലിലേക്കുള്ള ആൾക്കാരാണ് നമ്മൾ അണിനിരത്തിയിട്ടുള്ളത്. തൃശ്ശൂർ പൂരത്തിൻ്റെ ആവേശം നിങ്ങൾ ഈ നടപ്പുരയിൽ കൊടിയേറ്റ സമയത്ത് കണ്ടു കഴിഞ്ഞു. ഇനി വരും നാളുകൾ ഇതിലും ആവേശമായിട്ടുള്ള ദിവസങ്ങളാണ്. എല്ലാവർക്കും പൂരാശംസകൾ. ഇത്തവണ പൂരച്ചൂട് കൂടും. തൃശ്ശൂരിലെ താപനില 38 മുതൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത്. അങ്ങനെ പൂരം കൊടിയേറി കഴിഞ്ഞിരിക്കുന്നു. ഇനി പൂരാവേശത്തിലാണ്, പൂരച്ചൂടിലാണ്. ഒപ്പം തന്നെ കാലാവസ്ഥയെ കൂടി ഒന്ന് കരുതിയിരിക്കണമെന്ന് അധികൃതർ പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം കളക്ടറേറ്റിൽ ഒരു യോഗം ചേരുകയുണ്ടായിരുന്നു. പൂരം കാണാനെത്തുന്നവർ പരമാവധി അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുക, ഒരു കുപ്പി വെള്ളം കയ്യിൽ കരുതുക, കുട കയ്യിൽ കരുതുക, പരമാവധി തണലുള്ള ഇടങ്ങളിൽ നിന്ന് പൂരം കാണാൻ ശ്രമിക്കുക എന്നുള്ള നിർദ്ദേശങ്ങളെല്ലാമാണ് പറയുന്നത്. കാരണം തൃശ്ശൂർ നഗരത്തിൽ 38 ഡിഗ്രി മുതൽ 40 ഡിഗ്രി വരെ ചൂട് ഉണ്ടായേക്കാം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണിത്. പലരുടെയും കയ്യിൽ ഇതുപോലെയുള്ള ഫാനുകളൊക്കെ കണ്ടേക്കാം ചൂടിൽ നിന്ന് താൽക്കാലിക ശാന്തിക്കായി. പക്ഷേ വീട്ടിലിരുന്ന് TCVയിലൂടെ പൂരം കാണുന്നവർക്ക് ഇതൊന്നും ബാധകമല്ല കേട്ടോ. പൂരത്തിന്റെ മുഴുവൻ ദൃശ്യങ്ങളും തത്സമയം തന്നെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് TCV മുഴുവനായും എത്തിക്കും. മറിച്ച് തേക്കിൻകാട് മൈതാനിയിലേക്ക് പൂരം കാണാൻ എത്തുന്നവർ ചൂടിനെ ഒന്ന് കരുതിയിരിക്കുക. ക്യാമറമാൻ ആഷിഖിനോടൊപ്പം മുകേഷ് ലാൽ. തൃശൂർ പൂരം പ്രദർശന നഗരിയിൽ കേരള വിഷന്റെ പവലിയൻ കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. ഇന്റർനെറ്റ് സേവനങ്ങൾ ജനങ്ങൾക്ക് എത്തിക്കുന്നതിൽ കേരള വിഷൻ നൽകുന്ന സേവനങ്ങൾ മഹത്തരമാണെന്ന് മേയർ പറഞ്ഞു. തൃശൂർ പൂരത്തിനെത്തുന്നവർക്ക് കേരള വിഷൻ സൗജന്യമായി ഇന്റർനെറ്റ് സൗകര്യം ഒരുക്കുമെന്ന് KCCL ചെയർമാൻ PP സുരേഷ് കുമാർ പറഞ്ഞു. നഗരത്തിലെ വിവിധ ഇടങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള വൈഫൈ ഹോട്ട്സ്പോട്ടുകളിലൂടെ പൂരം കാണാൻ എത്തുന്നവർക്ക് ഇന്റർനെറ്റ് ഉപയോഗിക്കാമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. തൃശൂർ കേരള വിഷൻ ചെയർമാൻ P ആന്റണി, COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, സെക്രട്ടറി CG ജോസ്, ട്രഷറർ ബിജു കുമാർ, കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K ഗോപാലകൃഷ്ണൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇടവേള. Endless skies, we close our eyes, the world complies. Your little, carry me through. In your arms, I'm born. French Dairy Pistachio Kunafa Bar. The Taste Factory. ഭക്ഷ്യസുരക്ഷാ ബോധവൽക്കരണ സന്ദേശം. ഭക്ഷ്യ ഉത്പാദനം, സംഭരണം, വിതരണം, വിൽപ്പന തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടത്തുന്ന എല്ലാ ഭക്ഷ്യ വ്യാപാര സ്ഥാപനങ്ങളും നിർബന്ധമായും FSSAI രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ലൈസൻസ് കരസ്ഥമാക്കണം. പൊതുജനങ്ങൾ ഉത്സവങ്ങൾ, മേളകൾ സന്ദർശിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: കൃത്രിമ നിറങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്ന ചോക്കുമിഠായി, പഞ്ഞിമിഠായി, ലോലിപോപ്പ് എന്നിവ ഒഴിവാക്കുക. എണ്ണയിൽ തയ്യാറാക്കിയ പലഹാരങ്ങൾ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞു വാങ്ങുന്നത് ഒഴിവാക്കുക. സുരക്ഷിതമായി ആഘോഷിക്കൂ, സുരക്ഷിതമായ ഭക്ഷണം തിരഞ്ഞെടുക്കൂ. ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, തൃശൂർ. ഹായ്, ടുലിപ്സിൽ ഇപ്പോൾ സമ്മർ സ്പെഷ്യൽ ഓഫർ. ടുലിപ്സിൽ വന്ന് ഏത് ഹെയർ ചെയ്താലും ഡീറ്റാൻ ബാക്ക് ഫ്രീ. കൂടാതെ പെഡിക്യൂർ വിത്ത് മാനിക്യൂർ ചെയ്താലും ഡീറ്റാൻ ബാക്ക് ഫ്രീ ആണ്. അത് മാത്രമല്ല, ടുലിപ്സിൽ സ്കിന്നിനും ഹെയറിനും വേറെയും ഓഫറുകളുണ്ട്. ഈ സമ്മറിൽ നിങ്ങളുടെ സ്കിന്നിന് കൂടുതൽ കെയർ നൽകും ടുലിപ്സിൽ നിന്ന്. Tulips, every beauty solution under a single umbrella. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ.
കൽപ്പക വെഡിംഗ് കുന്നംകുളം. കുന്നംകുളത്തിന്റെ ഏറ്റവും വലിയ വസ്ത്രവിസ്മയം, ഏറ്റവും കുറഞ്ഞ വിലകളിൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG Golden Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. വാർത്തകളിലേക്ക് വീണ്ടും. വീട്ടിൽ ഉറങ്ങുന്നതിനിടെ പാമ്പുകടിയേറ്റ് മരിച്ച ആൽജോയുടെ സംസ്കാരം കൊടുങ്ങ സെയിന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ നടന്നു. പാമ്പുകടിയേറ്റ് വെന്റിലേറ്ററിൽ കഴിയുന്ന സഹോദരൻ അനോഷിന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. കുരുന്നുബാലന് യാത്രാമൊഴിയേകാൻ നാടൊന്നടങ്കമാണ് കോടാലിക്കടുത്തുള്ള കടമ്പോട് കാവുങ്ങൽ വീട്ടിലും വെള്ളിക്കുളങ്ങര കൊടുങ്ങ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിലുമായി എത്തിയത്. കടമ്പോട് ALP സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്ന ആൽജോയെ അവസാനമായി ഒരു നോക്ക് കാണാനായി സഹപാഠികളും അധ്യാപകരും നിറമിഴികളോടെ എത്തി. സംസ്കാര ശുശ്രൂഷയിൽ കൊടുങ്ങ പള്ളി വികാരി ഫാദർ ഷിബു നെല്ലിശ്ശേരി, ഫാദർ ജെയ്സൺ വടക്കുംചേരി, ഫാദർ ഡേവി കാവുങ്ങൽ എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ആൽജോയുടെ പിതാവ് സിൽജോയും അമ്മ ജോൺസിയും നെഞ്ചുപൊട്ടി അലറിക്കരഞ്ഞത് കണ്ടുനിന്നവരുടെ കണ്ണ് നനയിച്ചു. ശനിയാഴ്ച രാത്രി മാതാപിതാക്കളായ സിൽജോയ്ക്കും ജോൺസിക്കുമൊപ്പം ഉറങ്ങാൻ കിടന്ന ആൽജോയെയും സഹോദരൻ അനോഷിനെയും ഞായറാഴ്ച പുലർച്ചെ അവശനിലയിൽ കണ്ടതിനെ തുടർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത്. വൈകാതെ ആൽജോ മരിക്കുകയും ഗുരുതരാവസ്ഥയിലായ അനോഷിനെ കർഗുറ്റിയിലെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു. വെന്റിലേറ്ററിൽ കഴിയുന്ന അനോഷിന്റെ നിലയിൽ പുരോഗതിയുണ്ടെന്ന് ആശുപത്രി അധികൃതർ മെഡിക്കൽ ബുള്ളറ്റിനിൽ അറിയിച്ചു. അനോഷ് കണ്ണു തുറന്നുവെന്നും ബോധാവസ്ഥയിലാണെന്നും മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെന്നും ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു. TCV കൊടകര. കുഞ്ഞനുജൻ യാത്രയായതറിയാതെ അനോഷ്. കടമ്പോടുള്ള വീട്ടിൽ നൂറുകണക്കിന് ആളുകൾ കണ്ണീരോടെ അനുജനെ യാത്രയാക്കുമ്പോൾ ഒന്നുമറിയാതെ വെന്റിലേറ്ററിൽ കഴിയുകയാണ് അനോഷ്. കടമ്പോട് ALP സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇരുവരും. 2ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു ആൽജോ. 4ാം ക്ലാസ്സുകാരനായ അനോഷ് സ്കൂൾ ലീഡർ കൂടിയാണ്. സ്കൂളിൽ പോകുമ്പോഴും കളിക്കുമ്പോഴും ഉറങ്ങുമ്പോഴുമെല്ലാം ഇരുവരും ഒരുമിച്ചായിരുന്നു. വെന്റിലേറ്ററിൽ കഴിയുന്ന അനോഷിന്റെ നിലയിൽ പുരോഗതിയുണ്ടെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചതോടെ അനോഷ് ജീവിതത്തിലേക്ക് തിരിച്ചുവരാൻ നാടൊന്നടങ്കം പ്രാർത്ഥിക്കുകയാണ്. കുട്ടികൾക്ക് പാമ്പുകടിയേറ്റ വീട്ടിൽ തിങ്കളാഴ്ച രാവിലെ വീണ്ടും മറ്റൊരു ശംഖുവരയനെ കൂടി കണ്ടെത്തിയതിനെ തുടർന്ന് വനംവകുപ്പ് അധികൃതർ വീടും പരിസരവും പരിശോധിച്ചു. വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ KS ഷിനോജ് സ്ഥലം സന്ദർശിച്ചു. കുട്ടിയുടെ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം 20ഓളം വനംവകുപ്പ് ജീവനക്കാർ ചേർന്ന് വീടും പരിസരവും വൃത്തിയാക്കി. പാമ്പുകൾ ഒളിച്ചിരിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ മണ്ണിളക്കി പരിശോധന നടത്തിയെങ്കിലും കൂടുതൽ പാമ്പുകളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. മുപ്ലിയം ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ രഞ്ജിത്ത് രാജിന്റെ മേൽനോട്ടത്തിലാണ് വീടും പരിസരവും വൃത്തിയാക്കിയത്. വടക്കാഞ്ചേരി നഗരസഭയിൽ വിജിലൻസ് പരിശോധന. മണ്ണെടുപ്പ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഫയലുകൾ കസ്റ്റഡിയിലെടുത്തു. കെട്ടിട നിർമ്മാണ പെർമിറ്റുകൾ ദുരുപയോഗം ചെയ്ത് അനധികൃതമായി മണ്ണെടുത്ത് മാറ്റുന്ന മാഫിയ സംഘങ്ങൾക്കെതിരെ സംസ്ഥാന വ്യാപകമായി വിജിലൻസ് നടത്തുന്ന നടപടികളുടെ ഭാഗമായാണ് വടക്കാഞ്ചേരി നഗരസഭയിലും മിന്നൽ പരിശോധന നടന്നത്. നഗരസഭയിൽ നിന്ന് ബിൽഡിംഗ് പെർമിറ്റ് നേടിയതിനു ശേഷം കെട്ടിടം നിർമ്മിക്കാതെ സ്ഥലത്തു നിന്നും വൻതോതിൽ മണ്ണെടുത്ത് നീക്കി ലാഭം കൊയ്യുന്ന രീതി വ്യാപകമാകുന്നതായി വിജിലൻസിനെ ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. നഗരസഭാ കാര്യാലയത്തിലെത്തിയ ഉദ്യോഗസ്ഥർ മണിക്കൂറുകളോളം പരിശോധന നടത്തി. പെർമിറ്റ് എടുത്ത് മണ്ണ് നീക്കം ചെയ്ത് 1 വർഷം പിന്നിട്ടിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാത്ത നിരവധി കേസുകൾ നഗരസഭയ്ക്ക് കീഴിലുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. വരും ദിവസങ്ങളിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും വിജിലൻസ് അധികൃതർ വ്യക്തമാക്കി. നെല്ലിന്റെ വില ലഭിക്കാത്തതിനാൽ എരുമപ്പെട്ടി കടങ്ങോട് പഞ്ചായത്തുകളിലെ കർഷകർ പ്രതിസന്ധിയിൽ. പ്രതിഷേധ സൂചകമായി എരുമപ്പെട്ടി SBI ബാങ്കിന് മുന്നിൽ കർഷകർ നിൽപ്പ് സമരം നടത്തി. എരുമപ്പെട്ടി പഞ്ചായത്തിലെ മാഞ്ഞാർ, കടങ്ങോട് പഞ്ചായത്തിലെ കാവാലഞ്ചിറ, പാഴിയോട്ടുമുറി, കരിയന്നൂർ എന്നീ പാടശേഖരങ്ങളിൽ നിന്നുള്ള 50ലധികം കർഷകരാണ് എരുമപ്പെട്ടി SBI ബാങ്കിലെത്തി പ്രതിഷേധിച്ചത്. 600 പേർക്ക് നെല്ലിന്റെ വില ലഭിച്ചിട്ടില്ലെന്ന് കർഷകർ പറയുന്നു. വിവിധ പാടശേഖരങ്ങളിൽ മുണ്ടകൻ കൃഷി ചെയ്ത് ലഭിച്ച നെല്ല് കർഷകർ സപ്ലൈകോയ്ക്ക് നൽകി മാസങ്ങൾ കഴിഞ്ഞിട്ടും പണം നൽകാൻ സർക്കാരുമായി കരാറുള്ള എരുമപ്പെട്ടി SBI ബാങ്ക് തയ്യാറാകുന്നില്ലെന്നാണ് കർഷകരുടെ പരാതി. സപ്ലൈകോയിൽ നൽകുന്ന നെല്ലിന്റെ വില PRS വഴി കർഷകർക്ക് ലോണായി നൽകുന്നതിന്
SBI, കാനറ ബാങ്കുകളാണ് സർക്കാരുമായി കരാറുള്ളത്. ഇത്തരത്തിൽ 600 കർഷകർക്ക് എരുമപ്പെട്ടി SBI ശാഖ വഴി പണം ലഭിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരി 21 വരെ ഏകദേശം 165 കർഷകർക്ക് ബാങ്ക് ലോണായി പണം നൽകിയെന്നും അതിനുശേഷം മുന്നറിയിപ്പില്ലാതെ പണം നൽകുന്നത് നിർത്തിവെക്കുകയായിരുന്നുവെന്നും കർഷകർ പറഞ്ഞു. 2 മാസത്തിലധികമായി നിങ്ങൾ PRS അവിടെ സബ്മിറ്റ് ചെയ്ത് ഇതുവരെയും ആ നെല്ലിന്റെ വില നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. നെല്ലിന്റെ വില ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ട് പലപ്പോഴും കർഷകർ ഇങ്ങനെ സ്ഥിരമായി ഇവിടെ വന്ന് ചോദിക്കുമ്പോൾ പല കാരണങ്ങൾ പറഞ്ഞ് ആ വില കിട്ടാതെ വന്ന് എല്ലാവരും വളരെ ബുദ്ധിമുട്ടിലാണ്. എല്ലാവരും കൂട്ടമായി വന്ന് മാനേജറെ കണ്ട് സംസാരിക്കാനാണ് ഇന്ന് ഇവിടെ വന്നത്. ഈ ലോൺ ഇഷ്യൂ ചെയ്യുന്നതിന് ഹെഡ് ഓഫീസിൽ നിന്ന് ബ്ലോക്ക് വന്നിരിക്കുന്നു എന്നാണ് അദ്ദേഹം തരുന്ന മറുപടി. പക്ഷെ അതിന് പരിഹാരം എന്തോ എന്ന് ചോദിക്കുമ്പോൾ കൃത്യമായ ഒരു മറുപടി അദ്ദേഹത്തിൽ നിന്ന് ലഭിക്കുന്നില്ല. ഇത്തരത്തിൽ 10,000 രൂപ മുതൽ 3 ലക്ഷം രൂപ വരെ നെല്ലിന്റെ വില ലഭിക്കാനുള്ളവരുണ്ട്. ഫെബ്രുവരി 21 ശേഷം നെല്ലിന്റെ വില നൽകുന്നത് ഹെഡ് ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം നിർത്തിവെച്ചിരിക്കുകയാണെന്നും പുതിയ നിർദ്ദേശം വരുന്ന മുറയ്ക്ക് വില നൽകുന്നത് പുനരാരംഭിക്കുമെന്നും ബാങ്ക് അധികൃതർ വ്യക്തമാക്കി. പാടശേഖര സമിതി ഭാരവാഹികളായ CK സുരേന്ദ്രൻ, A അബ്ദുൾ മജീദ്, AM നൂർജഹാൻ, പഞ്ചായത്ത് അംഗങ്ങളായ കക്കാട്ട് ഗോവിന്ദൻകുട്ടി, CP തോമസ് എന്നിവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. TCV എരുമപ്പെട്ടി. വയനാട് ടൗൺഷിപ്പിൽ വിള്ളൽ വീണുവെന്ന ആരോപണത്തിൽ സംസ്ഥാന സർക്കാരിനെ വിമർശിച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷ് തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാർ ടൗൺഷിപ്പിനെ രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്തു. വീടുകളിൽ കണ്ടെത്തിയ വിള്ളൽ മന്ത്രി മായ്ച്ചാൽ പോകുമോ എന്നും ജനീഷ് ചോദിച്ചു. മന്ത്രി K രാജൻ ഏറ്റവും ചുരുങ്ങിയത് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടത് നൌഫലിനെയാണെന്നും ജനീഷ് പറഞ്ഞു. നൌഫലിനോട് സംസാരിക്കാതെ മന്ത്രി CPM ജില്ലാ സെക്രട്ടറിയോടാണ് സംസാരിച്ചത്. വയനാട്ടിലെ ദുരിതബാധിതർക്ക് അഭിപ്രായം പറയണമെങ്കിൽ DYFIയെ പേടിക്കണമോ എന്നും ജനീഷ് ചോദിച്ചു. കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് പണം പിരിച്ച് ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കൈമാറി DYFIയെ എല്ലാവരെയും പറ്റിക്കുകയാണെന്നും ജനീഷ് കുറ്റപ്പെടുത്തി. 16 കുടുംബാംഗങ്ങളെയും സർക്കാരിൽ ഉള്ള വിശ്വാസത്തെയുമാണ് നൌഫലിന് നഷ്ടമായത്. മന്ത്രി K രാജൻ നൌഫലിനോട് മാപ്പ് പറയണമെന്നും OJ ജനീഷ് പറഞ്ഞു. കഴിഞ്ഞ 2 ദിവസങ്ങളായി നൌഫലിന് നേരെ അതിരൂക്ഷമായ സൈബർ ആക്രമണമാണ് CPMന്റെയും DYFIയുടെയും പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. നൌഫല് വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ 16ഓളം കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. ആ നൌഫലിന് സർക്കാർ ഭവനം വെച്ച് കൊടുക്കുന്നത് DYFIയുടെ ഔദാര്യമാണ്, അല്ലെങ്കിൽ CPMന്റെ ഔദാര്യമാണ് എന്നുള്ള രീതിയിലാണ് ഇന്നലകളിൽ വലിയ രീതിയിൽ സൈബർ ആക്രമണം ഉണ്ടായത്. നൌഫലിന്റെ ഭവനത്തിലാണ് അന്ന് രാവിലെ മന്ത്രി K രാജൻ വന്ന് ടേബിൾ ഇട്ട് മുകളിലേക്ക് കയറി ഉരച്ചു നോക്കി പരിശോധിച്ചത്. മന്ത്രി രാജൻ പറഞ്ഞത് ചോർച്ചയില്ല എന്നുള്ളതാണ്. അങ്ങനെ ഉരച്ചു നോക്കി ചോർച്ചയില്ല എന്ന് പ്രഖ്യാപിക്കാനുള്ള എന്തെങ്കിലും ഒരു ടെക്നിക്കൽ എക്സ്പെർട്ടാണോ ഈ കേരളത്തിന്റെ മന്ത്രി എന്ന് പറയുന്നത്? അതിന് ടെക്നിക്കൽ എക്സ്പെർട്ടായിട്ടുള്ള ആളുകളാണ് പറയേണ്ടത്. ഈ നൌഫലിനോടും കുടുംബാംഗങ്ങളോടും മാപ്പ് പറയാൻ DYFIയും മുഖ്യമന്ത്രിയും K രാജനും തയ്യാറാകണമെന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് സൂചിപ്പിക്കാനായിട്ടുള്ളത്. തിരുവല്ലുവാമലയിൽ ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്ന് വീട് കത്തിനശിച്ചു. തിരുവല്ലുവാമല അമ്മൻചെട്ടി സ്വദേശി അനിൽ രാജിന്റെ വീടാണ് പൂർണ്ണമായും കത്തിനശിച്ചത്. കഴിഞ്ഞ ദിവസം അനിലും കുടുംബവും തീർത്ഥയാത്രയ്ക്ക് പോയി തിങ്കളാഴ്ച പുലർച്ചെ തിരിച്ചെത്തിയപ്പോഴാണ് വീട് കത്തിയ നിലയിൽ കണ്ടത്. ഏകദേശം 3 ലക്ഷം രൂപയുടെ ഗൃഹോപകരണങ്ങൾ പൂർണ്ണമായും കത്തിനശിച്ചു. പഴയന്നൂർ പോലീസ് പ്രാഥമിക പരിശോധനകൾ നടത്തി മേൽനടപടികൾ സ്വീകരിച്ചു. പെരിഞ്ഞനം മേഖലയിലെ കുടിവെള്ള വിതരണത്തിലെ അപാകതകൾ പരിഹരിച്ച് കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിൽ നാട്ടുകാർ വാട്ടർ അതോറിറ്റി മതിലകം സെക്ഷൻ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. 13, 14 വാർഡുകളിൽ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള വിതരണം മുടങ്ങിയിട്ട് 3 മാസത്തോളമായി. ദേശീയപാത നിർമ്മാണത്തിനിടെ പൈപ്പ് പൊട്ടിയതാണ് മേഖലയിൽ കുടിവെള്ള വിതരണം മുടങ്ങാൻ കാരണം. നിരവധി തവണ അധികൃതരുമായി ബന്ധപ്പെട്ടെങ്കിലും നടപടിയുണ്ടായില്ലെന്ന് പഞ്ചായത്ത് അംഗങ്ങൾ പറഞ്ഞു. ഇതേ തുടർന്നാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. എന്നാൽ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പൈപ്പ് പൊട്ടിയത് ശരിയാക്കേണ്ടത് നിർമ്മാണ കമ്പനിയാണെന്ന് ജലസേചന വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു. നിർമ്മാണ കമ്പനിയുടെ കരാറുകാരനുമായി ബന്ധപ്പെട്ട് 4 ദിവസത്തിനുള്ളിൽ പൈപ്പ് ശരിയാക്കി നൽകാമെന്ന ഉറപ്പിന്മേൽ സമരം അവസാനിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഷീബ മുരളി, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ KA കരീം, സ്മിത, സന്തോഷ്, TL ഗോപിനാഥൻ, പഞ്ചായത്ത് അംഗങ്ങളായ KC രവീന്ദ്രൻ, ഹഷീറ ബഷീർ, ഷംല ഷഫീഖ്, പ്രീതി സന്ദീപ്, ബിന്ദു ജയൻ എന്നിവർ നേതൃത്വം നൽകി. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. Discover
is love I go there. La Crème de la Fraîcheur. French Diary Ice Creams, a taste factory. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ, ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ അപ്പക്കുട്ടനുണ്ട്, ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ Gold & Diamonds നിന്ന്. SJ Gold & Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ അല്ലെങ്കിൽ റിന്യൂ ചെയ്യൂ. നേടൂ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. വാർത്തകളിലേക്ക് വീണ്ടും. അങ്കണം ഷംസുദ്ദീൻ സ്മൃതിയുടെ 4ാമത് ഗാർഗി പുരസ്കാര സമർപ്പണം നടന്നു. ഡോക്ടർ PV കൃഷ്ണൻ നായർ അവാർഡ് സമർപ്പണം നിർവഹിച്ചു. ഇന്ദിരാകൃഷ്ണൻ, VS അശ്വതി, രജനി സുരേഷ് എന്നിവർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. എഴുത്തുകാരി ശ്രീലത ഷംസുദ്ദീൻ അനുസ്മരണം നിർവഹിച്ചു. ഡോക്ടർ P സരസ്വതി അധ്യക്ഷത വഹിച്ചു. MP സുരേന്ദ്രൻ, N ശ്രീകുമാർ, KR ജോഷി തുടങ്ങിയവർ സംസാരിച്ചു. മുഖ്യമന്ത്രി പദവിയെ സംബന്ധിച്ച ചർച്ച UDFന്റെ ശോഭ കെടുത്തിയതായി കേരള കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് അവലോകന നേതൃയോഗം കുറ്റപ്പെടുത്തി. കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് CV കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി ചെയർമാൻ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ, വൈസ് ചെയർമാൻ MP പോളി, ജോൺസൺ കാഞ്ഞിരത്തിങ്കൽ, തോമസ് ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. നോയിഡയിലെ തൊഴിലാളികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് FITU സംസ്ഥാന കമ്മിറ്റി തൃശൂർ KSRTC സ്റ്റാൻഡിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. സംസ്ഥാന പ്രസിഡന്റ് ജ്യോതിവാസ് പറവൂർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഷാനവാസ് PJ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി തസ്ലീം മമ്പാട്, വെൽഫെയർ പാർട്ടി ജനറൽ സെക്രട്ടറി ഉമൈറ, ഉസ്മാൻ മുല്ലക്കര, ജമീല സുലൈമാൻ, MH മുഹമ്മദ് ഹംസ എളനാട്, സെയ്ദാലി നിലമ്പൂർ, സരസ്വതി വലപ്പാട് എന്നിവർ സംസാരിച്ചു. തൃശൂർ പൂരം വിശേഷങ്ങളുമായി ഇനി പൂരം വരവായി. പൂരം വരവായി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സി വിഷൻ ഐ ഹോസ്പിറ്റൽ, തൃശൂർ, ഗുരുവായൂർ, വടക്കാഞ്ചേരി, കുന്നംകുളം, അങ്കമാലി. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. കൽപ്പക വെഡിംഗ് കുന്നംകുളം. കുന്നംകുളത്തിന്റെ ഏറ്റവും വലിയ വസ്ത്രവിസ്മയം ഏറ്റവും കുറഞ്ഞ വിലകളിൽ. പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് ലോൺസ് പ്രൈവറ്റ് ലിമിറ്റഡ്, ഓൾ കേരള. നിക്ഷേപങ്ങൾക്ക് കരുതലായി ഞങ്ങളുണ്ട്. 3 പതിറ്റാണ്ടിന്റെ വിശ്വാസ്യത. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ ആൻഡ് തൃപ്രയാർ. ഹാപ്പി മാരേജിന് ഹാപ്പിയായി സ്വർണ്ണമണിയാം. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്, കേരള, തമിഴ്നാട്, കർണാടക. വിശ്വാസത്തിന്റെ, വളർച്ചയുടെ, സ്ഥിരതയുടെ പാരമ്പര്യം. കോ സ്പോൺസേഡ് ബൈ ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസ്, എ ടേസ്റ്റ് ഫാക്ടറി. സാംസ്കാരിക തലസ്ഥാനത്തിന് ഒരു ഐസ്ക്രീം പെരുമ. എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഹോൾസെയിൽ ഡിസൈനർ ജ്വല്ലറി, പള്ളിക്കുളം റോഡ്, തൃശൂർ. സ്നേഹം പോലെ പരിശുദ്ധം. ഡോപ്പ നീറ്റ് കോച്ചിംഗ് സെന്റർ, ഇന്ത്യസ് ഫസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് ഡോക്ടേഴ്സ് നീറ്റ് കോച്ചിംഗ് പ്ലാറ്റ്ഫോം. നിങ്ങളുടെ വാഹന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കും. ജോൺസ് ഹോണ്ട, ആലപ്പുഴ, തൃശൂർ. എറൈസ് ഡയബറ്റീസ് ആൻഡ് ഫുഡ് കെയർ. സുരക്ഷിതമായ കാലുകൾ, സന്തോഷമുള്ള ജീവിതം. KSFE, ഈ നാടിന്റെ ധൈര്യം. KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. എജു യൂണിവേഴ്സ്, 1.5 ലക്ഷം സ്റ്റൈപ്പൻഡോടുകൂടി ജർമ്മനിയിൽ സൗജന്യ പഠനം. ടൂലിപ്സ് ബ്യൂട്ടി സലൂൺ, എവരി ബ്യൂട്ടി സൊല്യൂഷൻസ് അണ്ടർ എ സിംഗിൾ അംബ്രല്ല. വിക്ടറി ITI. അഡ്മിഷൻ തുടരുന്നു. തൃശൂർ, ഇരിങ്ങാലക്കുട, എടപ്പാൾ. തൃശൂർ പൂരത്തിനായി തട്ടകങ്ങൾ ഒരുങ്ങി. പൂരം കെങ്കേമമാക്കാനുള്ള ഒരുക്കത്തിലാണ് ഘടകക്ഷേത്രങ്ങൾ. ലാലൂർ കാർത്യായനി ക്ഷേത്രത്തിലാണ് ആദ്യം കൊടിയുയർന്നത്. തട്ടകക്കാരും ക്ഷേത്രോപദേശക സമിതി അംഗങ്ങളും ചേർന്ന് കൊടിയേറ്റ് നിർവഹിച്ചു. പൂര ദിവസം രാവിലെ 6 മണിക്കാണ് ദേവിയുടെ എഴുന്നള്ളത്ത് തുടങ്ങുക. ആദ്യം 3 ആനകളായിരിക്കും അകമ്പടി. ശ്രീമൂലസ്ഥാനത്തെത്തുന്നതോടെ ആനകളുടെ എണ്ണം 9 ആകും. പടിഞ്ഞാറേ ഗോപുരം വഴി വടക്കുംനാഥനെ വണങ്ങിയ ശേഷം തെക്കേ ഗോപുരത്തിലൂടെ പുറത്തിറങ്ങി ക്ഷേത്രത്തിലേക്ക് മടങ്ങും. അയ്യന്തോൾ കാർത്യായനി ക്ഷേത്രത്തിൽ കൊടിയേറ്റ് കഴിഞ്ഞതോടെ തട്ടകക്കാർ ആവേശത്തിലാണ്. പൂര ദിവസം പുലർച്ചെ ആറാട്ടു കഴിഞ്ഞ് 5 മണിക്ക് സർവാഭരണ വിഭൂഷിതയായി 3 ആനകളുടെ അകമ്പടിയോടെ ദേവി വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് യാത്രയാകും.
പൂരം ശ്രീമൂലസ്ഥാനത്തെത്തുമ്പോൾ ആനകൾ 13 ആകും. പടിഞ്ഞാറേ ഗോപുരത്തിലൂടെ പ്രവേശിച്ച് വടക്കുംനാഥനെ വണങ്ങി തെക്കേ ഗോപുരം വഴി ക്ഷേത്രത്തിലേക്ക് മടങ്ങും. ചെമ്പൂക്കാവ് കാർത്യായനി ക്ഷേത്രത്തിൽ വൈകിട്ടായിരുന്നു കൊടിയേറ്റ്. പൂര ദിവസം രാവിലെ 7 മണിയോടെ വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളുന്ന ദേവി കിഴക്കേ ഗോപുരം വഴി വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കും. തുടർന്ന് തെക്കേ ഗോപുരത്തിലൂടെ പുറത്തിറങ്ങും. ഈ എഴുന്നള്ളിപ്പ് സ്വരാജ് റൗണ്ട് വരെ പോയ ശേഷം ക്ഷേത്രത്തിലേക്ക് തിരികെയെത്തും. പനമക്കുംപള്ളി ശാസ്താക്ഷേത്രവും പൂരത്തിനായി അണിഞ്ഞൊരുങ്ങിക്കഴിഞ്ഞു. പൂരത്തിന് രാവിലെ 6:30 3 ആനകളുടെ അകമ്പടിയോടെയാണ് ശാസ്താവിന്റെ എഴുന്നള്ളിപ്പ്. കിഴക്കേ ഗോപുരം വഴി അകത്ത് പ്രവേശിച്ച് വടക്കുംനാഥനെ വണങ്ങി തെക്കേ ഗോപുരം വഴി ശാസ്താവ് ക്ഷേത്രത്തിലേക്ക് മടങ്ങും. ശ്രീമൂലസ്ഥാനത്ത് പ്രവേശിക്കാത്ത പൂരമാണ് ശാസ്താവിന്റേത്. ചൂരക്കോട്ടുകാവിലും പൂരാവേശമുയർന്നു. പൂര ദിവസം 14 ആനകളോടെയാണ് ചൂരക്കോട്ടുകാവ് ഭഗവതിയുടെ എഴുന്നള്ളത്ത്. ഘടകപൂരങ്ങളിൽ ഏറ്റവും കൂടുതൽ ആനകൾ എഴുന്നള്ളിക്കുന്നത് ചൂരക്കോട്ടുകാവാണ്. ശ്രീമൂലസ്ഥാനത്ത് മേളം കൊട്ടി അവസാനിപ്പിച്ച ശേഷം പടിഞ്ഞാറേ ഗോപുരം വഴി അകത്തുകടന്ന് വടക്കുംനാഥനെ വണങ്ങി തെക്കേ ഗോപുരം വഴി പുറത്തിറങ്ങും. തുടർന്ന് പാറമേക്കാവ് ക്ഷേത്രത്തിലേക്ക് പോകും. അന്നേ ദിവസം ദേവി പാറമേക്കാവ് ക്ഷേത്രത്തിൽ വിശ്രമിക്കും. നെയ്തലക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ കൊടിയേറിയതോടെ 7 ദിവസവും ആറാട്ട്, ശ്രീഭൂതബലി, വിശേഷാൽ പൂജകൾ എന്നിവ നടക്കും. പൂര വിളംബരത്തിന്റെ ഭാഗമായി തെക്കേ ഗോപുര നട തുറക്കുന്നത് നെയ്തലക്കാവ് ഭഗവതിയാണ്. പൂര ദിവസം മേളത്തിന്റെ അകമ്പടിയോടെ ഉച്ചയ്ക്ക് 1 മണിക്ക് ഭഗവതിയുടെ എഴുന്നള്ളത്ത് ശ്രീമൂലസ്ഥാനത്തെത്തും. പടിഞ്ഞാറേ ഗോപുരത്തിലൂടെ അകത്ത് പ്രവേശിച്ച് വടക്കുംനാഥനെ വണങ്ങി തെക്കേ ഗോപുരം വഴി പുറത്തിറങ്ങും. രാത്രി പൂരം വരെ പഴയ നടക്കാവിലെ കാർത്യായനി ക്ഷേത്രത്തിൽ വിശ്രമിക്കും. പൂക്കാട്ടിക്കര കാരമുക്ക് ഭഗവതി ക്ഷേത്രത്തിൽ പൂരം കൊടിയേറിയതോടെ 7 ദിവസവും ആറാട്ടും ശീവേലിയും നടക്കും. പൂര ദിവസം രാവിലെ 9:30 ദേവിയുടെ എഴുന്നള്ളത്ത് ശ്രീമൂലസ്ഥാനത്തെത്തും. മേളം കൊട്ടി അവസാനിച്ചാൽ പടിഞ്ഞാറേ ഗോപുരത്തിലൂടെ വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കും. വടക്കുംനാഥനെ വണങ്ങി തെക്കേ ഗോപുരം വഴി ഇറങ്ങി കുളശ്ശേരി ക്ഷേത്രത്തിലെത്തി വിശ്രമിക്കും. പൂരത്തിന് ആദ്യം വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളുന്ന കണിമംഗലം ശാസ്താ ക്ഷേത്രത്തിൽ കൊടിയേറ്റ് കഴിഞ്ഞതോടെ ആവേശം ഇരട്ടിയായി. പൂര ദിവസം പുലർച്ചെ 4-ന് മഞ്ഞും വെയിലും ഏൽക്കാതെ കണിമംഗലം ശാസ്താവ് പുറപ്പെടും. രാവിലെ 7 മണിയോടെ തെക്കേ ഗോപുരം വഴി ശാസ്താവ് വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കും. കണിമംഗലം ശാസ്താവിന്റെ പൂരം മാത്രമാണ് തെക്കേ ഗോപുരത്തിലൂടെ അകത്ത് പ്രവേശിക്കുക. പടിഞ്ഞാറേ ഗോപുരം വഴി പൂരം പുറത്തേക്ക് പോകും. തുടർന്ന് കുളശ്ശേരി ക്ഷേത്രത്തിൽ തിരിച്ചെത്തി വിശ്രമിക്കും. ഈ രീതിയിൽ ചിട്ടപ്പെടുത്തിയ ചടങ്ങുകൾ മുറതെറ്റാതെ നടത്തുന്നതിനുള്ള ഒരുക്കത്തിലാണ് ഘടകക്ഷേത്രങ്ങൾ. TCV ന്യൂസ്, തൃശൂർ. പൂരം വരവായി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സി വിഷൻ ഐ ഹോസ്പിറ്റൽ, തൃശൂർ, ഗുരുവായൂർ, വടക്കാഞ്ചേരി, കുന്നംകുളം, അങ്കമാലി. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. കൽപ്പക വെഡിംഗ്, കുന്നംകുളം. കുന്നംകുളത്തിന്റെ ഏറ്റവും വലിയ വസ്ത്രവിസ്മയം ഏറ്റവും കുറഞ്ഞ വിലകളിൽ. പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് ലോൺസ് പ്രൈവറ്റ് ലിമിറ്റഡ്, ഓൾ കേരള. നിക്ഷേപങ്ങൾക്ക് കരുതലായി ഞങ്ങളുണ്ട്. 3 പതിറ്റാണ്ടിന്റെ വിശ്വാസ്യത. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ ആൻഡ് തൃപ്രയാർ. ഹാപ്പി മാരേജിന് ഹാപ്പിയായി സ്വർണ്ണമണിയാം. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്, കേരള, തമിഴ്നാട്, കർണാടക. വിശ്വാസത്തിന്റെ, വളർച്ചയുടെ, സ്ഥിരതയുടെ പാരമ്പര്യം. കോ സ്പോൺസേഡ് ബൈ ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസ്, എ ടേസ്റ്റ് ഫാക്ടറി. സാംസ്കാരിക തലസ്ഥാനത്തിന് ഒരു ഐസ്ക്രീം പെരുമ. എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഹോൾസെയിൽ ഡിസൈനർ ജ്വല്ലറി, പള്ളിക്കുളം റോഡ്, തൃശൂർ. സ്നേഹം പോലെ പരിശുദ്ധം. ഡോപ്പ നീറ്റ് കോച്ചിംഗ് സെന്റർ, ഇന്ത്യസ് ഫസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് ഡോക്ടേഴ്സ് നീറ്റ് കോച്ചിംഗ് പ്ലാറ്റ്ഫോം. നിങ്ങളുടെ വാഹന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കും. ജോൺസ് ഹോണ്ട, ആലപ്പുഴ, തൃശൂർ. എറൈസ് ഡയബറ്റീസ് ആൻഡ് ഫുഡ് കെയർ. സുരക്ഷിതമായ കാലുകൾ, സന്തോഷമുള്ള ജീവിതം. KSFE, ഈ നാടിന്റെ ധൈര്യം. KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. എജു യൂണിവേഴ്സ്, 1.5 ലക്ഷം സ്റ്റൈപ്പൻഡോടുകൂടി ജർമ്മനിയിൽ സൗജന്യ പഠനം. ടൂലിപ്സ് ബ്യൂട്ടി സലൂൺ, എവരി ബ്യൂട്ടി സൊല്യൂഷൻസ് അണ്ടർ എ സിംഗിൾ അംബ്രല്ല. വിക്ടറി ITI. അഡ്മിഷൻ തുടരുന്നു. തൃശൂർ, ഇരിങ്ങാലക്കുട, എടപ്പാൾ. മറ്റു വാർത്തകളിലേക്ക്. ഔദ്യോഗികമായി തുറന്നുകൊടുക്കാത്ത ദേശീയപാത ചിറങ്ങര അടിപ്പാതയിൽ വാഹനാപകടം. ഓട്ടോ ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേറ്റു. കൊരട്ടി കുരുമ്പി സ്വദേശി സുനിലിനാണ് പരിക്കേറ്റത്. ഇയാളെ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിർമ്മാണ പ്രവർത്തനം അവസാന ഘട്ടത്തിലെത്തി നിൽക്കുന്ന അടിപ്പാത റോഡിലൂടെ കൊച്ചിയിൽ നിന്നുമെത്തിയ എയർബസാണ് ഓട്ടോയുമായി കൂട്ടിയിടിച്ചത്. സർവീസ് റോഡിലൂടെ എത്തിയ ഓട്ടോ ഹൈവേ മുറിഞ്ഞുകടക്കാൻ ശ്രമിച്ചപ്പോഴായിരുന്നു അപകടം. മീഡിയനുകളും ട്രാഫിക് സിഗ്നലുകളും ഒരുക്കാതെ പകൽ സമയത്ത് അടിപ്പാതയിലൂടെ വാഹനങ്ങൾ കടത്തിവിടുന്നതാണ് അപകടങ്ങൾക്ക് കാരണമെന്ന് പറയുന്നു. ശതോത്തര സുവർണ ജൂബിലി ആഘോഷിക്കുന്ന പാവർട്ടി സെന്റ് ജോസഫ് തീർത്ഥാടന കേന്ദ്രത്തിലെ അൾത്താരയ്ക്ക് തങ്കവർണ്ണ ശോഭ. പഴമയും തനിമയും നിലനിർത്തിയാണ് അൾത്താര മനോഹരമാക്കിയത്. 1975 ഇന്ന് കാണുന്ന വിസ്തൃതമായ ദേവാലയം പണി കഴിപ്പിച്ചത്. പോർച്ചുഗീസ് വാസ്തുശില്പ മാതൃകയിലായിരുന്നു അൾത്താര. ദേവാലയം പലതവണ പുതുക്കി നിർമ്മിച്ചപ്പോഴും അൾത്താരയ്ക്കോ തിരുസ്വരൂപങ്ങൾക്കോ മാറ്റം വരുത്തിയിരുന്നില്ല. നവീകരണത്തിന്റെ ഭാഗമായി ഇറ്റലിയിൽ നിന്നും ഇറക്കുമതി ചെയ്ത
8 ക്യാരറ്റ് ഗോൾഡ് സിൽവർ ഫോയിലുകൾ പൊതിഞ്ഞുകൊണ്ടുള്ള ഗിൽഡിംഗ് വർക്ക് നടത്തിയാണ് അൾത്താരയ്ക്കിപ്പോൾ തങ്കവർണ്ണ ശോഭ പകരുന്നത്. അങ്കമാലി സ്വദേശിയായ ജോൺസൺ അറക്കലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പണികൾക്ക് നേതൃത്വം നൽകിയത്. ദേവാലയത്തിനകത്ത് കാൽസ്യം സിലിക്കേറ്റ് ഉപയോഗിച്ച് ഫോൾഡ് സീലിംഗ് നടത്തി. സീലിംഗിന്റെ മധ്യത്തിലായി വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ ജീവിത മുഹൂർത്തങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ട്. ദേവാലയത്തിനകത്ത് വലിയ ടൈലുകൾ വിരിച്ചും ചുമരുകളിൽ തേക്കുപാളികൾ പതിച്ചും മോടി കൂട്ടി. തീർത്ഥകേന്ദ്രം റക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി, നവീകരണ കമ്മിറ്റി കൺവീനർ TJ ചെറിയാൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് നവീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. ശനിയാഴ്ച ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് നവീകരിച്ച ദേവാലയത്തിന്റെ വെഞ്ചരിപ്പും തിരുനാളിന്റെ ഭാഗമായുള്ള വിശുദ്ധന്റെ കൂട് തുറക്കൽ ശുശ്രൂഷയും നിർവഹിക്കും. TCV പാവറട്ടി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരൺ കുടുംബസമേതം ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തി. ശ്രീവത്സം ഗസ്റ്റ് ഹൌസിലെത്തിയ ഇവരെ അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ സ്വീകരിച്ചു. ദർശനം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ചാനൽ ക്യാമറമാനും ചില ഭക്തരും ഫോട്ടോയും ദൃശ്യങ്ങളും എടുക്കാൻ ശ്രമിച്ചുവെങ്കിലും ദേവസ്വം ഉദ്യോഗസ്ഥരും വിവേകിന്റെ ഒപ്പമുണ്ടായിരുന്നവരും ചേർന്ന് തടയുകയായിരുന്നു. പിന്നീട് മൊബൈൽ ഫോണുകൾ വാങ്ങി ഫോട്ടോയും വീഡിയോയും നീക്കം ചെയ്യുകയും ചെയ്തു. ടയർ ഡീലേഴ്സ് ആൻഡ് അലൈൻമെന്റ് അസോസിയേഷൻ കേരളയുടെ നേതൃത്വത്തിൽ നടത്തിയ TDAC TCL ക്രിക്കറ്റ് ലീഗിൽ കൊച്ചി ലെജൻസ് ജേതാക്കളായി. വിവിധ ജില്ലകളിൽ നിന്നുള്ള അസോസിയേഷൻ അംഗങ്ങളെ പ്രതിനിധീകരിച്ച് 10 ടീമുകളാണ് മത്സരത്തിൽ മാറ്റുരച്ചത്. കുട്ടനെല്ലൂർ സ്പോർട്ടേക്കർ ഇൻഡോർ ടർഫിൽ നടന്ന മത്സരത്തിന്റെ ഉദ്ഘാടനം അസോസിയേഷൻ പ്രസിഡന്റ് CK ശിവകുമാർ നിർവഹിച്ചു. സെക്രട്ടറി H ഷാജഹാൻ, ട്രഷറർ AV ശിവപ്രസാദ്, വൈസ് പ്രസിഡന്റുമാരായ റബിൻ സണ്ണി, മനോജ് ജേക്കബ് തുടങ്ങിയവർ നേതൃത്വം നൽകി. അക്കിക്കാവ് എയ്യാൽ ചമ്മന്തിട്ട ഇറക്കത്തിൽ 3 കാറുകളും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവിന് പരിക്കേറ്റു. പെരുമണ്ണൂർ സ്വദേശി വരുണിനാണ് പരിക്കേറ്റത്. കേച്ചേരി ഭാഗത്തു നിന്നും അക്കിക്കാവ് ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് എതിർദിശയിൽ വന്ന മറ്റൊരു കാറിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ സമീപത്തെ മതിലിൽ ഇടിച്ചു. ഇതിനിടെ അപകടമുണ്ടാക്കിയ കാർ നിയന്ത്രണം വിട്ട് എതിരെ വന്ന 3ാമത്തെ കാറിലും ഇടിച്ചു. ഇനി സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,235 രൂപ, പവന് 1,13,880 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ശക്തന്റെ തട്ടകം പൂരാവേശത്തിലേക്ക്. തൃശൂർ പൂരത്തിന്റെ പ്രധാന പങ്കാളികളായ തിരുവമ്പാടി, പാറമേക്കാവ് ക്ഷേത്രങ്ങളിൽ കൊടിയേറി. ഘടകക്ഷേത്രങ്ങളിലും കൊടിയേറ്റം ആവേശമായി. സാമ്പിൾ വെടിക്കെട്ട് വെള്ളിയാഴ്ച. തൃശൂർ പൂരത്തിനെത്തുന്നവർക്ക് സൗജന്യ ഇന്റർനെറ്റ് സൗകര്യവുമായി കേരള വിഷൻ. നഗരത്തിലെ വിവിധയിടങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള വൈഫൈ ഹോട്ട്സ്പോട്ടുകളിലൂടെ പൂരം കാണാനെത്തുന്നവർക്ക് ഇന്റർനെറ്റ് ഉപയോഗിക്കാമെന്ന് KCCL ചെയർമാൻ PP സുരേഷ് കുമാർ. കോടാലി കടമ്പോട് പാമ്പുകടിയേറ്റ് മരിച്ച ആൽജോയുടെ സംസ്കാരം നടന്നു. പാമ്പുകടിയേറ്റ ആൽജോയുടെ സഹോദരൻ അനോഷിന്റെ ആരോഗ്യനിലയിൽ പുരോഗതി. വീടിന്റെ പരിസരത്ത് വീണ്ടും പാമ്പിനെ കണ്ടെത്തിയതിനെ തുടർന്ന് വനം വകുപ്പ് പരിശോധന നടത്തി. വടക്കാഞ്ചേരി നഗരസഭാ ഓഫീസിൽ വിജിലൻസ് പരിശോധന. മണ്ണെടുപ്പ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഫയലുകൾ കസ്റ്റഡിയിലെടുത്തു. നെല്ലിന്റെ വില ലഭിക്കാത്തതിനാൽ എരുമപ്പെട്ടി, കടങ്ങോട് പഞ്ചായത്തുകളിലെ കർഷകർ പ്രതിസന്ധിയിൽ. പ്രതിഷേധ സൂചകമായി എരുമപ്പെട്ടി SBI ബാങ്കിന് മുന്നിൽ കർഷകർ നിൽപ്പ് സമരം നടത്തി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.
ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. സ്വപ്നങ്ങൾ, എപ്പോഴും ദൂരെ എന്ന് തോന്നിയ ചില യാത്രകൾ. മാഗസിനിൽ ചിത്രങ്ങളിൽ മാത്രം കണ്ടിരുന്ന രാജസ്ഥാനിലെ കോട്ടകൾ,